ആറ്റിങ്ങലിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി വി മുരളീധരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി എൽ.ഡി.എഫ്. ഫ്ലക്സ് ബോർഡിൽ വിഗ്രഹത്തിന്റെ ചിത്രം ഉപയോഗിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. വിശദാംശങ്ങളുമായി ഡി ബിനോയ് ഉണ്ട്. ബിനോയ്, തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ വിഗ്രഹത്തിന്റെ ചിത്രം ഉപയോഗിക്കരുത് എന്നുള്ള ഒരു നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻ.ഡി.എയുടെ പ്രചാരണം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് എൽ.ഡി.എഫിന്റെ പരാതിയിൽ ഉന്നയിക്കുന്നത്? ആറ്റിങ്ങൽ ഭാഗത്ത് ഒരു അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡിനകത്താണ് ഒരു വിഗ്രഹത്തിന്റെ ചിത്രം കൂടി ചേർത്ത് നരേന്ദ്രമോദിയുടെയും വിഗ്രഹത്തിന്റെ ചിത്രം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ പ്രചാരണ ബോർഡായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ബോർഡ് തിരഞ്ഞെടുപ്പ് നിയമാവലിക്ക് എതിരാണെന്നും തിരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങൾക്കെതിരാണെന്നും കാണിച്ചുകൊണ്ടാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ ജയൻ ബാബു സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. ചട്ടലംഘനം അതായത് മതവികാരങ്ങളും മതചിഹ്നങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിന് പ്രചരണ പരിപാടികൾക്ക് ഇവിടെ വിലക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ വിഗ്രഹങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് തെറ്റായ രീതിയാണെന്ന തരത്തിലും കാണിച്ചുകൊണ്ടുള്ള ഒരു 2 പേജ് വരുന്ന പരാതിയാണ് ഇലക്ഷൻ കമ്മീഷന് കൈമാറിയിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അത് സ്വീകരിക്കുകയും ചെയ്തു. അതേസമയം ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നേരിട്ടല്ല ആ ബോർഡ് സ്ഥാപിച്ചത്, പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ലെന്നും അത് സ്ഥാപിച്ചത് ഒരുപക്ഷെ അവിടുത്തെ പ്രവർത്തകരായിരിക്കുമെന്നുമാണ് സ്ഥാനാർത്ഥിയുമായി അടുത്ത ആളുകൾ പറയുന്നത്. കാരണം നേരത്തെ തന്നെ ഇതിനെതിരെ പരാതി ഉയർന്നിരുന്നു. കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് പല സ്ഥലങ്ങളിലും ഇലക്ഷൻ പ്രചാരണത്തിനായി ആ പദവി ദുർവിനിയോഗം ചെയ്യുന്ന തരത്തിലേക്ക് ആരോപണമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ വിഗ്രഹത്തിന്റെ ചിത്രം കൂടി പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയ്ക്ക് തന്നെ വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്. ആറ്റിങ്ങലിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി വി മുരളീധരനെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എൽ.ഡി.എഫ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്.